നമസ്കാരം. ബി.ജെ.പിക്കകത്ത് ഒരു പൊട്ടിത്തെറി ഉണ്ടാകും എന്നുള്ള ഒരു റിപ്പോർട്ടുകളാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നിതിൻ ഗഡ്കരി അമിത്ഷയ്ക്ക് നേരെ നിന്നുകൊണ്ട് പ്രതിഷേധിക്കുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യഘട്ടങ്ങളിൽ ബി.ജെ.പിയുടെ നേതാക്കന്മാരുടെ വായ്ക്കകത്ത് തുണി തിരികെ കയറ്റണമെന്നും രണ്ടാമത്തെ ഘട്ടത്തിൽ ബി.ജെ.പിയുടെ കേന്ദ്ര നേതൃത്വം പരാജയം ഏറ്റുവാങ്ങാൻ മുൻപിലോട്ട് വരുന്നില്ല എന്നും വളരെ ശക്തമായി നിതിൻ ഗഡ്കരി പറഞ്ഞിരുന്നുവെങ്കിലും ഇപ്പോൾ ഒരു യോഗത്തിൽ വെച്ച് പറഞ്ഞിരിക്കുകയാണ് അധ്യക്ഷന്റെ വീഴ്ചയാണ് ഇത് എന്നുള്ളത്. അതായത് ഈ തിരഞ്ഞെടുപ്പിൽ തിരിച്ചടി നേരിട്ടത് അധ്യക്ഷന്റെ വീഴ്ചയാണ്. അതായത് അതിന് വ്യക്തമായ ഉദാഹരണം പറയുന്നത്, ഞാനാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അധ്യക്ഷനാണെന്നുണ്ടെങ്കിൽ ആ പാർട്ടിക്കകത്ത് നടക്കുന്നത് എന്തായാൽ തന്നെ അതിൻ്റെ ഉത്തരവാദിത്തം താന് എന്ന രീതിയിൽ തന്നെയാണ് അതിനെ ഉപമിച്ച് ഗഡ്കരി അമിത്ഷയ്ക്ക് നേരെ ഒരു പ്രതിഷേധം അറിയിച്ചത്. കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ അമിത്ഷയുടെ രാഷ്ട്രീയ നീക്കങ്ങൾ ബി.ജെ.പിക്ക് വലിയ രീതിയിലുള്ള തിരിച്ചടി നേരിടുന്നു എന്നുള്ളത് തന്നെയാണ് ഗഡ്കരി പറഞ്ഞിട്ടുള്ളത്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം തന്നെയാണ് NDA-ക്കകത്തുള്ള സഖ്യ കക്ഷികളായിട്ടുള്ള ശിവസേനയെ പോലും കൂടെ നിർത്താൻ പറ്റാത്ത ഒരവസ്ഥയുണ്ടാകുന്നു. അമിത്ഷയ്ക്ക് ഉദ്ധവ് താക്കറെ പുല്ലുവില കൽപ്പിക്കുന്നു. അതേപോലെ ബി.ജെ.പിക്കകത്തുള്ള വലിയ പ്രശ്നം എന്ന് പറയുന്നത് യോഗിയും മോദിയും തമ്മിലുള്ള ഒരു വലിയ പ്രശ്നമാണ്. UP-യിൽ മോദിയെ മോശപ്പെടുത്തി അല്ലെങ്കിൽ മോദി വാഗ്ദാന ലംഘകൻ എന്ന് RSSകാർ തന്നെ എടുത്തു പറയുന്ന ഒരു രീതിയിലേക്ക് കാര്യമെത്തി. അതിന്റെ ഭാഗമായിട്ട് യോഗിയെ പുകഴ്ത്തി പറഞ്ഞും മോദിയെ താഴ്ത്തി പറഞ്ഞിട്ടുമുള്ള ഒരുപാട് ഫ്ലെക്സ് ബോർഡുകൾ ഉത്തർപ്രദേശിൽ വന്നിരുന്നു. ഇതിൽ നിന്നൊക്കെ വ്യക്തമാകുന്നത് ബി.ജെ.പി 2019 ലോക്സഭാ തിരഞ്ഞെടുപ്പ് നേരിടാൻ വേണ്ടി മുൻപോട്ട് പോകുന്ന സാഹചര്യത്തിൽ മറ്റുള്ള കോൺഗ്രസിനെയും അതുപോലെ തന്നെ മറ്റുള്ള പ്രതിപക്ഷ പാർട്ടിയെക്കാളും അവരിപ്പോൾ ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അകത്ത് നടക്കുന്ന ഈ പോരാട്ടങ്ങളെയാണ്. അതായത് ഗഡ്കരി അമിത്ഷയ്ക്ക് നേരെ തുറന്നു പറയുന്നു, മോദിയെ വിമർശിച്ചുകൊണ്ട് യോഗി വിഭാഗം വരുന്നു. പാർട്ടിക്കകത്ത് നിന്ന് തന്നെ, അതായത് സംസ്ഥാന തലങ്ങളിൽ കേന്ദ്ര നേതൃത്വത്തിനെതിരെ ശക്തമായ വിമർശനവുമായി വരുന്നു. ചുരുക്കി പറഞ്ഞാൽ ഏറ്റവും വലിയ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ തന്നെയാണ് ബി.ജെ.പി ഇപ്പോൾ നിലനിൽക്കുന്നത്. 2014 വലിയ ആഘോഷമായിരുന്നു, വലിയ ഉത്സാഹമായിരുന്നു പാർട്ടിക്കകത്തും നേതൃത്വത്തിനുമൊക്കെ ആയിരുന്നുവെങ്കിൽ 2019 കടക്കാൻ വേണ്ടി പോകുമ്പോൾ പാർട്ടിക്കകത്ത് തന്നെ വലിയ രീതിയിലുള്ള ഒരു പൊട്ടിത്തെറി സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ എടുത്തു പറയേണ്ടതാണ് യോഗിയും മോദിയും ഗഡ്കരിയും അമിത്ഷയും തമ്മിലുള്ള പ്രശ്നങ്ങൾ. ഇതൊക്കെ പരിഹരിച്ചാൽ മാത്രമേ തിരഞ്ഞെടുപ്പിനെ ബി.ജെ.പിക്ക് ശക്തമായി നേരിടാൻ സാധിക്കത്തുള്ളൂ. പക്ഷേ ഇങ്ങനെ ഒരു പ്രശ്നം നടന്നാൽ യോഗിയും മോദിയും തമ്മിലുള്ള ഒരു വലിയ പ്രശ്നം UP-യിൽ നടന്നു കഴിഞ്ഞാൽ അത് BSPക്കും SP-ക്കും വലിയ രീതിയിലുള്ള ഒരു ഗുണം ചെയ്യും. ഇപ്പോൾ തന്നെ ABP-യുടെ സർവേ ഫലങ്ങൾ വ്യക്തമാക്കുന്നത് UP-യിൽ ഇനി എത്ര ശക്തമായി പോരാടി കഴിഞ്ഞാലും UP-യിൽ 20 സീറ്റുകൾ മാത്രമേ ബി.ജെ.പിക്ക് നേടാൻ വേണ്ടി സാധിക്കൂ എന്നുള്ള ഒരു കണക്കുകൾ പുറത്തുവിട്ടപ്പോൾ മറ്റുള്ള SP-യും BSPയും 50ഓളം സീറ്റുകൾ നേടുമെന്നുള്ള ഒരു കണക്ക് ABP ന്യൂസ് പുറത്തുവിട്ടിട്ടുണ്ട്. ഇതിൽ നിന്നൊക്കെ വ്യക്തമാകുന്നത് ബി.ജെ.പിയുടെ അടിത്തറ ഇളകിയിരിക്കുകയാണ്. അത് നന്നാക്കിയാൽ മാത്രമേ തിരഞ്ഞെടുപ്പിനെ നേരിടാൻ വേണ്ടി സാധിക്കത്തുള്ളൂ. ഗഡ്കരി ശക്തമായി വിമർശിക്കുകയാണ്. ബി.ജെ.പിയിൽ വർഗീയം പറഞ്ഞ് മുന്നോട്ട് വന്ന് പൊട്ടത്തരങ്ങൾ വിളമ്പി മുന്നോട്ട് വരുന്ന നേതാക്കന്മാരെ ശക്തമായി പറഞ്ഞു. ഒടുവിൽ ഇതൊക്കെ കൂട്ടിക്കുഴിച്ച് അമിത്ഷയ്ക്ക് നേരെ തിരിയുന്നു. യോഗി വിഭാഗം തീവ്ര ഹൈന്ദവ ചിന്താഗതിക്കാരൊക്കെ യോഗിയുടെ പിന്നിൽ അണിനിരക്കുകയും അതുപോലെ തന്നെ മോദിയുടെ ഒരു ടീം മറ്റുള്ള രീതിയിലേക്ക് മുൻപോട്ട് പോകുമ്പോൾ യോഗിയും മോദിയും രണ്ട് തട്ടിൽ നിൽക്കുന്നു. അതേപോലെ തന്നെ ഗഡ്കരി ശക്തമായ വിമർശനവുമായി മുൻപോട്ട് വരുമ്പോൾ ബി.ജെ.പിക്കകത്ത് ഇപ്പോൾ നിലവിൽ വലിയ ഒരു പൊട്ടിത്തെറി ഉണ്ട് എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് നന്നാക്കാനുള്ള ഒരുക്കമായിരിക്കാം ഗഡ്കരിയുടെ ഈ പുറപ്പാട്. അതിനുവേണ്ടിയായിരിക്കാം അമിത്ഷയെ ഇത്രയും ഒരു പൊതുയോഗത്തിൽ ഇത്രയും വലിയ രീതിയിൽ ആഞ്ഞടിച്ചുകൊണ്ട്, അധ്യക്ഷന്റെ കുറവ് എന്ന രീതിയിൽ തന്നെ ആഞ്ഞടിച്ചുകൊണ്ട് പറഞ്ഞത്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.